പാലക്കാടൻ റാവത്തർ ബിരിയാണി ഇഷ്ടമല്ലാത്ത ആരാളല്ലേ? ഈ പാലക്കാടൻ റാവത്തർ ബിരിയാണി നമ്മുടെ കോയമ്പത്തൂർ തമിഴ്നാടൻ ബിരിയാണിയുടെ ചെറിയ സാമ്യമുണ്ട്. എന്നാൽ രണ്ടും കൂടി മിക്സ് ചെയ്തൊരു ബിരിയാണി കണ്ടാലോ? ഞാൻ റാവത്തർ ബിരിയാണി റെസിപ്പിയും എൻ്റെ ചേച്ചി തമിഴ്നാടൻ ബിരിയാണി റെസിപ്പിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും റാവത്തർ ബിരിയാണിൻ്റെ സെയിം ടേസ്റ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അതെ, ഇന്നൊരു ബിരിയാണി ആയാലും ചെറിയുള്ളി, വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, അത്യാവശ്യം നിറയെ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കണം. അതിലേക്ക് പച്ചമുളകും നമ്മുടെ മല്ലി, പുതിന എന്നിവ ഇട്ടിട്ടാണ് നമ്മൾ അരയ്ക്കണത്. അപ്പോൾ ഇട്ടാലും ഒരു മിക്സ് ജാറിലേക്ക് ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. നമ്മുടെ വോയിസ് എടുക്കുമ്പോൾ അത്യാവശ്യം എൻ്റെ കുട്ടി അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് അവൻ്റെ സൗണ്ടും കൂടി കേൾക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ മല്ലി, പുതിന ഇതെല്ലാം ഒരു പിടിയാണ് അവരിട്ടിരിക്കുന്നത്. ഇതിന് പുറമെ നമ്മൾ ബിരിയാണി കഴിഞ്ഞ് കുറച്ച് നമ്മൾ ഇടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം അതിലേക്ക് അരച്ച് വെച്ചിരുന്നത്. ചിലർക്ക് ഈ ഇല എടുത്ത് കളയിലെ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാതിരിക്കും കുഞ്ഞപ്പൂ, അമ്മ ഓടി കൊടുക്കട്ടെ. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത ശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ കുക്കറിൽ നമ്മൾ ദമ്മിട്ടിട്ട് ഉണ്ടാക്കണം, അതായത് അടച്ചു വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്, വിസിൽ വരുത്തിക്കുന്നില്ല. അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ പാക്കറ്റ്, ഒരു 100 ml ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ ഒഴിച്ച ശേഷം നന്നായി ചൂടാകുമ്പോൾ നമ്മൾ പട്ട, ഗ്രാമ്പൂ, അതേപോലെ തന്നെ ബിരിയാണി ഇല ഉണ്ടല്ലോ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ടാൽ ചിലർക്ക് ഇഷ്ടാവില്ല എൻ്റെ സ്മെല്ലെന്നുള്ളത് സ്കിപ്പ് ചെയ്യുക. പക്ഷേ നെയ്യ് ഇട്ട് കഴിഞ്ഞാലാണ് കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ നെയ്യ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ എണ്ണയും നെയ്യൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് ഒരു പാക്കറ്റിൽ നമുക്കിവിടെ വാങ്ങാൻ കിട്ടും ആ സാധനങ്ങൾ. ഇപ്പോൾ 10 രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, അതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് വേണ്ടത്രയും കിട്ടും, ഒരുപാടൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 പട്ട, അതുപോലെ ബിരിയാണിയല്ല, അതുപോലെ ഈ സ്റ്റാർ ഉണ്ടല്ലോ അത്, 2 ഗ്രാമ്പു അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിട്ടിട്ട് നന്നായി ചൂടാക്കാം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇടണം. അപ്പോൾ 2-3 പച്ചമുളക് ഇട്ടിരിക്കുന്നത്. എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് പച്ചമുളക് ഫുള്ളായിട്ട്, അതായത് മുറിക്കാതെ ഫുള്ളായിട്ടൊരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 കിലോ അരിക്കാണ് ഈ ക്വാണ്ടിറ്റി കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് സവോള, 2 സവോള, ഒരു മീഡിയം സൈസ് 2 സവോള എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു ചുവന്ന കളറാവുന്ന വരെയും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ ബിരിയാണി എനിക്ക് ചോദിച്ചാൽ ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ട്, അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്ത് വെച്ചു. നമ്മൾ കഴിച്ച് ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങളിലേക്കും പകരം ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ. എടുത്ത് വെച്ചിട്ട് നമ്മൾ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നിയ ശേഷം മാത്രമേ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വേഗം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ മക്കൾക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി റെസിപ്പീസ് എപ്പോഴും ഇങ്ങനെ നോക്കി ഓരോ ബിരിയാണിയും ട്രൈ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബിരിയാണിയുടെ ടേസ്റ്റ് അറിയാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പാലക്കാടൻ റാവുത്തർ ബിരിയാണി തന്നെയാണ്. ഇവിടെ NMR ഇവിടെ പല ഹോട്ടലിൽ ഇപ്പോൾ അതിൽ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ വാങ്ങിക്കലുണ്ട്. വാങ്ങിച്ചു കഴിഞ്ഞാലേക്കാളും വീട്ടിലുണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എല്ലാവർക്കും കഴിക്കാനെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കാറും ശ്രമിക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കുക. ഈ സവോളയൊക്കെ നന്നായി വഴഞ്ഞ് വരുമ്പോഴാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെറിയുള്ളി ഇടുമ്പോഴായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇട്ടിട്ടാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം, അതായത് സവോള ഇട്ടതിന് പകരം ചെറിയുള്ളി ഇട്ടാൽ പോലെ ആയിരിക്കും. ചെറിയുള്ളിക്ക് ഒരു സവോള പോലെ എന്നുള്ളൊരു ഇതിലൂടെ ഞാൻ യോജിക്കുന്നില്ല. ചെറിയുള്ളിക്ക് ചെറിയുള്ളി തന്നെ ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിടാൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക, ശ്രമിക്കുക. അപ്പോൾ നന്നായിട്ട് വഴറ്റി വരട്ടെ. വഴറ്റിയ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റാണ് നമ്മൾ ഇരിക്കേണ്ടത്. പേസ്റ്റ് അരയ്ക്കുമ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കണം. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരുമാതിരി തരത്തിരിപ്പുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ബിരിയാണിയിലേക്ക് കടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മസാല നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഞാനും കുഞ്ഞാപ്പും ഉണ്ണി എല്ലാവരും ഉണ്ട് ഇവിടുത്തെ സംസാരിക്കുകയാണ്. അതിൻ്റെ വോയിസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഒരു ദിവസം നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയോട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു സംഭവമുള്ള ബിരിയാണി. അതും ഇഷ്ടപ്പെട്ട ബിരിയാണി പറയേ വേണ്ടല്ലോ. ഇവിടെ എല്ലാവർക്കും നമ്മുടെ തലശ്ശേരി ബിരിയാണി ഇഷ്ടമാണ്. എനിക്കാണ് കൂടുതൽ ഇഷ്ടം. എൻ്റെ മക്കൾക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു മസാലക്കുള്ളൊരു റാവുത്തർ ടൈപ്പ് ബിരിയാണിയാണ് ഇഷ്ടം. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ
ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് അരയ്ക്കാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള മല്ലിയും പുതിനയും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മണം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞോളൂ. മസാല നമ്മളിങ്ങനെ വതക്കി എടുക്കുമ്പോൾ ഒരു മണം കിട്ടും, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ അതിലേക്ക് തക്കാളി 2-3 തക്കാളി, അല്ല പഴുത്ത തക്കാളിയെ നോക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല പഴുത്ത തക്കാളി ഒരു 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, 3 തക്കാളി. അപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ലോണം വഴറ്റാൻ വേണ്ടി കാത്തിരിക്കാം. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ അധികം വഴറ്റുന്നില്ല, കാരണം അതെന്തായാലും നമ്മൾ വെള്ളം ഒഴിച്ച് നിന്ന് നല്ല വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് രണ്ടിരി മസാല പച്ചമണം മാറുന്ന പോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ പൊടികൾ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇടാനായിട്ട് മറന്നുപോയി. ഞാൻ കുറച്ച് അപ്പുറത്ത് വിളിക്കുന്ന പൊടി ഇട്ടു. ഞാൻ പൊടി വേറൊന്നുമല്ല, നമ്മുടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട്. ബിരിയാണി മസാല നമ്മൾ ഇവിടെ നിന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതിൽ തന്നെ ആ ബിരിയാണി മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 3 സാധനങ്ങളാണ്. ഇവിടെ കുഞ്ഞാപ്പ് ഇവിടുന്ന് ഹായ് ബൈ ഒക്കെ കാണിച്ച് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. എന്താ കഴിക്കാൻ കൊണ്ട് ചോദിച്ചു ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എൻ്റെ അമ്മമ്മൻ്റെ വീടാണ്, ഒരു പഴയൊരു ഓട്ടുപറ്റ വീടാണ് കേട്ടോ അത്. അതാണ് ആ ഒരു ഇത്. അപ്പം ഇതും അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റ്, അതായത് 10 രൂപയുടെ ഒരു പാക്കറ്റ് തൈരാണ്. ഇവിടെ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കോയമ്പത്തൂർ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടും. ചെറിയ പാക്കറ്റ് തൈരും അങ്ങനെ ചെറുതൊക്കെ കിട്ടും. അപ്പോൾ ഒരു പാക്കറ്റ് 10 രൂപയുടെ ഒരു പാക്കറ്റ് തൈരാണ് ഇട്ടിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരിന് ഇടാൻ ശ്രദ്ധിക്കുക. അതായത് ഒരുമാതിരി പുളിപ്പുള്ള തൈര് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റാം. അപ്പം ഫ്രഷ് ആയിട്ടുള്ള തൈരാണത്. അപ്പോൾ അതിട്ട് കൊടുക്കാം. അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് പുളി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര പുളി, അതായത് ലൈറ്റ് പുളി എന്നാലും വേണം. അതായത് കടുത്തത്തിലുള്ളൊരു പുളിയുള്ള തൈര്, അതായത് നമ്മൾ 2-3 ദിവസം വീട്ടിൽ പഴക്കമായിട്ടുള്ളൊരു പുളിപ്പുള്ള തൈരുണ്ടല്ലോ, അത് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് വിസിലില്ലാതെ അടച്ച് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അത് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വന്ന ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടുന്നത്, അതായത് അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാൻ പോകണം. ചെറുനാരങ്ങ നേരം പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലാക്കി പിഴിഞ്ഞിട്ട് ആ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ചെറുനാരങ്ങ ഇട്ട് കൊടുത്താൽ ഞാൻ കുറച്ച് പുളിപ്പ് കിട്ടാനും അരികൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ നമുക്ക് സഹായിക്കും. അപ്പോൾ അതുപോലെ പാത്രത്തിലൊരു അവൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരു കയ്യിലിട്ടിട്ട് അതിൻ്റെ കുരുവൊക്കെ എടുത്തിട്ട് അതിൻ്റെ നീര് മാത്രം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഇറച്ചിയും എല്ലാം കൂടി നന്നായി പിടിക്കട്ടെ. 1 കിലോ ചിക്കനും 1 കിലോ അരിയാണ് നമ്മുടെ ക്വാണ്ടിറ്റി. അപ്പോഴേ ടേസ്റ്റും ഉണ്ടാവുള്ളൂ, നമുക്ക് കഴിക്കാൻ കുറച്ച് ചിക്കനും കിട്ടുള്ളൂ. അപ്പം അത് നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ 1 കിലോൻ്റെ അരി ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ മാറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 10-15 മിനിറ്റ് ദമ്മിട്ട് വെക്കലാണ്. അത് അടച്ച് വെച്ചിട്ട് വിസിലിടാതെ അടച്ച് വെച്ച് വേവിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡിയാണ്. അപ്പം കുറച്ച് സമയത്ത് നമ്മൾ ഇളക്കിയെടുക്കാനും അത് മൂപ്പിച്ചെടുക്കാനൊക്കെ സമയം കൊടുത്ത് ചെയ്താൽ മാത്രമേ അതിൻ്റേതായ ടേസ്റ്റും രുചിയും കിട്ടുള്ളൂ. പലർക്കും ടേസ്റ്റും രുചിയും കിട്ടാത്തത് അത് വെയിറ്റ് ചെയ്ത് സമയമെടുത്ത് ചെയ്യാത്തതുകൊണ്ടാണെന്നാണ് പൊതുവെയുള്ള അതായത് ഉണ്ടാക്കുന്നവരുടെ അഭിപ്രായം. അപ്പം അത് സമയമെടുത്ത് തന്നെ ചെയ്താൽ മാത്രമേ ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിൻ്റേതായ മസാലകളും എല്ലാം ക്ലിയറായിട്ട് അത് കൃത്യമായി സമയം പരിധി വെച്ച് ചെയ്യുക. ഞാൻ കുറച്ച് ഹൈറ്റ് ലെവലിൽ കാണിക്കുന്നതാണത്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ദമ്മിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ദമ്മിട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിളമ്പി കഴിക്കാൻ പോകണം. അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. ബൈ.